ദ റെവല്യൂഷൻ ഡസ് നോട്ട് എമേർജ് ഫ്രം ലക്ഷറി ബട്ട് ഫ്രം ലോൺലിനെസ് ആൻഡ് സഫറിങ്. അദ്ദേഹത്തിന് ഇത് കിട്ടുന്ന ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല, ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല, ഒരു സുഖ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു തടവ് പുള്ളിയായി ഒരുപക്ഷെ വിലങ്ങിൽ കിടക്കുന്ന കുറ്റവാളികളോടൊപ്പം ജീവിക്കുന്ന ഈ മനുഷ്യന് ഒരു തരത്തിലും സാധ്യതയില്ലാത്ത, ആംബിയൻസ് ഇല്ലാത്ത, അറ്റ്മോസ്ഫിയർ ഇല്ലാത്തൊരു സ്ഥലത്താണ് റോ ആയിട്ട് ഇത് കിട്ടുന്നത്. നമുക്ക് സഭയിൽ വരുമ്പോൾ നമ്മൾ ഈ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മ്യൂസിക്കിൻ്റെ ഒരു പശ്ചാത്തല സോങ് ഒക്കെ വരുമ്പോഴാണ് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ആവുന്നത്. എന്നാൽ ചില സമയത്ത് യേശു സൗഖ്യമാക്കിയത് അങ്ങനൊരു അന്തരീക്ഷത്തിലായിരുന്നു. കടൽപ്പുറത്ത് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇതിനെ പറയുന്നത് റോ മിറക്കിൾസ് എന്നാണ്. വഴി കൂടി പോകുന്നു, ശവമഞ്ചം വരുന്നു, തൊടുന്നു, എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെയും പറ്റും, അങ്ങനെയും പറ്റും. അപ്പോൾ ഒരു വിധത്തിലുള്ള സുഖസൗകര്യങ്ങളുമില്ലാത്ത, കിടന്നുറങ്ങാനൊരു ബെഡ് പോലും ഇല്ലാത്ത യോഹന്നാന് കർത്താവ് കൊടുക്കുന്ന സമ്മാനം എന്താണ്? നിങ്ങൾക്കൊരു പക്ഷേ ഇന്ന് സാഹചര്യങ്ങളില്ലായിരിക്കാം, പ്രാർത്ഥിക്കുവാനുള്ളൊരു അന്തരീക്ഷമില്ലായിരിക്കാം, വീട്ടുകാർ മുഴുവൻ എതിരായിരിക്കാം, ഒരു ഹോസ്റ്റലിലായിരിക്കാം, ഹോസ്റ്റലിൽ കൂടെ റൂംമേറ്റ് ഒട്ടും വിശ്വാസിയല്ലായിരിക്കാം, പിശാച് ബാധിച്ചയാളായിരിക്കാം. ഇതൊന്നും ഒരു വിഷയമല്ല. ദൈവം ചിലത് തുറന്നാൽ, അറ്റ്മോസ്ഫിയർ തുറന്നാൽ, ആത്മമണ്ഡലങ്ങൾ തുറന്നാൽ, ആർക്കുമില്ലാത്ത ചുറ്റുപാടും അവിടെ ഒത്തിരി ക്രിമിനൽസും എല്ലാം ഉണ്ടെന്നേ, പട്ടാളക്കാരുണ്ടെന്നേ, പക്ഷേ അവർക്കാർക്കുമില്ലാത്ത അനുഭവം കർത്താവ് തനിക്ക് കൊടുത്തു. In other words, geography never limits his glory. ഈ ഭൂമിശാസ്ത്രപരമായ ഒന്നും നമ്മളെ പരിമിതപ്പെടുത്തുക, കാരണം ഇത് he was in the spirit. അപ്പോൾ ആത്മാവിലോട്ട് കയറിയാൽ ഒന്നും ഒരു വിഷയമല്ലെന്ന്, ആംബിയൻസ് ഒരു വിഷയമല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്.